എല്ലാ വിദ്യാർത്ഥികൾക്കും IME മാത്സ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ JEE മെയിൻ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതെ, അതിൽ 2019 JEE മെയിനിൽ ചോദിച്ച ചോദ്യമായിരുന്നേ. ഇഫ് f(1) തന്നിട്ടുണ്ട് 1 എന്നും പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ f'(1) തന്നിട്ടുണ്ട് 3 എന്നും പറഞ്ഞുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് f(x) പ്ലസ് f(x) ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അറ്റ് x = 1 ഈസ് ഇവിടെ കിട്ടിയോ. അവിടെ എക്സിൻ്റെ ആൻസർ 1 ആകുമ്പോഴുള്ള ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തുടങ്ങാമേ. f(x) പ്ലസ് f(x) ദ ഹോൾ സ്ക്വയർ എന്നും പറഞ്ഞുകൊണ്ടല്ലേ തന്നിരിക്കുന്നത്. നമുക്കപ്പോഴേ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കിക്കോണേ. ശ്രദ്ധിച്ചോ, ഇത് നേരെ f' എന്നാവും ഡെറിവേറ്റീവ് കണ്ട്. ഇതിൻ്റെ പുറത്തുനിന്ന് വേണം ഡെറിവേറ്റീവ് കണ്ട് പോകാനേ. അപ്പോൾ ഇതിപ്പോൾ f' എന്നായി. അപ്പോൾ f'(f(x) എന്നും പറഞ്ഞുകൊണ്ട് ആയി. കണ്ടോ, ഇനി ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ പുറത്തേൻ്റെ ഡെറിവേറ്റീവ് കണ്ടേ, ഇനി അത് കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേൻ്റെ കാണാം. അപ്പോൾ ഇനി എന്തുവാ ചെയ്യേണ്ടത്? ഇൻറ്റു ഈ അകത്തേൻ്റെ ഡെറിവേറ്റീവ് കാണുക. അകത്തേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? f' കണ്ടോ, ഈ f എന്നുള്ളത് f' ആയി. f'(f(x) എന്നും പറഞ്ഞുകൊണ്ടായി. മനസ്സിലായോ? ഇനി അടുത്തത് പിന്നെയും ഇൻറ്റു ഇട്ടിട്ട് ഇനി അടുത്ത് ഇതിനകത്തേക്ക് കയറണം. ഇതിനകത്തോട്ട് വന്നിട്ട് അപ്പോൾ ഇവിടം വരെയുള്ള ഇപ്പോൾ നമ്മൾ കണ്ടു ഡെറിവേറ്റീവ്. ഇനി ഇതിനകത്ത് ഒരെണ്ണത്തിൻ്റെ കൂടെയല്ലേ ഉള്ളൂ ഡെറിവേറ്റീവ് കാണാൻ. അതേതാ? f(x)ൻ്റെ. അപ്പോൾ വീണ്ടും അവിടെ വരുമ്പോൾ എന്ത് വരും? f'(x) എന്നും പറഞ്ഞുണ്ടായി. മനസ്സിലായോ? അപ്പം ഇത്രയും ഭാഗത്തിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് പ്ലസ് ഇട്ടിട്ട് അടുത്ത് ഇനി ഇതിനെ കാണാം. f(x) ദ ഹോൾ സ്ക്വയർ എന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ x², ഡെറിവേറ്റീവ് എന്തുവാ? nx⁻⁻1. അപ്പം f(x) ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × n × x⁻⁻1. അപ്പോൾ 2 × f(x) എന്നല്ലേ വരത്തുള്ളൂ. കാരണം (2 - 1) എന്ന് പറയുമ്പോൾ അത് 1 ആയിപ്പോയി. കണ്ടോ? അപ്പോൾ 2 × f(x) എന്നായി. തീർന്നിട്ടില്ല. ഇൻറ്റു ഇനി അടുത്ത് ഈ f(x)ൻ്റെ ഡെറിവേറ്റീവ് കാണാം. അതെന്ത് വരും? f'(x) എന്നും പറഞ്ഞുകൊണ്ട് വരും. മനസ്സിലായോ നന്നായിട്ട്? അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇനി ഇതിനകത്ത് കൊണ്ടുപോയി ഓരോ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എവിടെ? അറ്റ് x = 1 വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കൊണ്ടുപോയി x കിടക്കുന്നിടത്ത് 1 ഇടാം. അപ്പോൾ എന്ത് വന്നെന്ന് നോക്കിക്കേ. f'(1) എന്നും പറഞ്ഞുകൊണ്ട് വന്നില്ലേ. ഇൻറ്റു f' എന്തുവാ? f(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ f(1) എന്ന് തന്നെ വന്നില്ലേ. ഇൻറ്റു f'(1) എന്നും പറഞ്ഞുകൊണ്ട് വന്നു. പ്ലസ് 2 × f(1) എന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഇൻറ്റു എന്തെന്ന് വന്നു? f'(1) എന്നും പറഞ്ഞുകൊണ്ട് വന്നു. മനസ്സിലായോ നന്നായിട്ട്? അപ്പം ഇവിടെ പിന്നെ എന്ത് വരുമെന്ന് നോക്കിക്കേ. എന്തുവാ ഈ f(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(1) എന്തുവാ? 1 തന്നെയല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ നോക്കിയാൽ f(1) എന്ന് പറയുന്നിടത്ത് എന്ത് തന്നെ വന്നു? 1 തന്നെ വന്നേ. ഇൻറ്റു പിന്നെ വരുമ്പോഴത്തേക്കോ എന്തുവാ f(1) എന്ന് പറഞ്ഞാൽ അത് പിന്നെയും 1 തന്നെ വന്നു. ഇൻറ്റു പിന്നെ ഇവിടോട്ട് വരുമ്പോൾ ഇതെന്ത് കിടക്കുന്നത്? f'(1). എന്തു f'(1) എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് മാറി. പ്ലസ് 2 × എന്തുവാ f(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? 1 അല്ലേ. 1 × എന്തുവാ f'(1) എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അതവിടെ കൊണ്ടുപോയി 3 ആയി. അപ്പോൾ = എന്തുവാ ഈ f(1) എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ ആൻസർ? 1 തന്നെ. ഇൻറ്റു എന്തുവാ f'(1) എന്ന് പറഞ്ഞാൽ എന്തുവാ? 3 അല്ലേ f'(1) ഇൻറ്റു 3 എന്നായി. പ്ലസ് 2 × 3 എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറി? 6 ആയിട്ട് മാറി. കേട്ടോ? അപ്പോൾ അതെ, ഇനി അടുത്തത് നമുക്ക് ഇവിടോട്ട് എഴുതാം. = എന്തു ഈ f'(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f'(1) എന്ന് പറഞ്ഞാൽ എന്തോ 3 അല്ലേ. അപ്പോൾ അവിടെ 3 വന്നു. ഇൻറ്റു അടുത്തത് എന്ത് തന്നെയാണ് കിടക്കുന്നത്? 3 × 3. അപ്പോൾ 3 × 3. അടുത്തത് ഇനി പ്ലസ് എന്തുവാ കിടക്കുന്നത്? 6 കിടക്കുന്നല്ലേ. 3 × 3 9 × 3 എത്ര വന്നു? 27. 27 + 6. 27 + 6 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വന്നു? 33. പിടി കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? 33 ആയിരിക്കും ആൻസർ വരുന്നത്. മനസ്സിലായോ നന്നായിട്ട്? എഴുതിയെടുത്തു. അപ്പോൾ 2019 ചോദിച്ച രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാവേ. If 2y = cot inverse √3 cos x plus sin x by cos x minus √3 sin x the whole square എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അവിടെ x എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് 0 to π/2 വരെയാണെന്ന് പറയുന്നുണ്ട്. ദെൻ dy/dx ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തിനോടാണ് ഈക്വൽ എന്ന് കാണേണ്ടത്. 4 ഓപ്ഷനും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കോസും സൈനും ഒക്കെ കിടക്കുന്നു. അപ്പോൾ കോസും സൈനും ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോസും സൈനും ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെങ്കിൽ ഒന്നെങ്കിൽ കോസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സൈൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം.
ചെയ്യണം. ഇവിടെ നമുക്ക് ടാനിൽ കൊണ്ടുവരാൻ എളുപ്പമാണ്. കണ്ടോ സൈൻ എക്സ് കിടക്കുന്നത് കണ്ടോ. അപ്പം ഡിവൈഡ് ബൈ കോസ് എക്സ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പം കോസ് എക്സ് ഉള്ളത് വെട്ടിപ്പൊക്കോളും. കിട്ടിയാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ടാനിൻ്റെ ഫോർമുലയിലേക്കായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ടാൻ എക്സിൻ്റെ ആ രീതിയിലേക്കായിട്ട് മാറിക്കോളും. അപ്പോൾ അതെ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ്. അപ്പോൾ എന്ത് വരും? 2y ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് √3. ഈ കോസ് എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുമ്പോൾ 1 ആയി പോയില്ലേ. അപ്പം ഇനി അത് എഴുതണ്ട. പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുമ്പോൾ അതെന്തായി? ടാൻ എക്സ് എന്നായി. ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് പിന്നെ എന്തായി പോയി? 1 ആയി. മൈനസ് ഇട്ടു, √3 ഇട്ടു. കണ്ടോ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറി? വീണ്ടും ടാൻ എക്സിലേക്ക് വന്നു. മനസ്സിലായോ നന്നായിട്ട്? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം അറിയാം. ഇത് നോക്കിക്കേ, ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്നുള്ള രീതിയിലല്ലേ കിടക്കുന്നത്. അപ്പം ടാൻ എ എന്തോ ഒരു ടാനിൻ്റെ ഏതോ ഒരു ആംഗിൾ എടുത്തപ്പോഴാണ് നമുക്ക് √3 വന്നത്. ഏത് ആംഗിൾ ആയിരിക്കും അത്? ടാൻ 60 എത്രയാണ്? √3 അല്ലേ. അപ്പം ടാൻ 60 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ 60 ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയാമല്ലോ നമുക്ക്. അതെന്തുവാ? ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുലയല്ലേ. അപ്പോൾ ടാൻ 60 പ്ലസ് എക്സ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതാമല്ലോ. അപ്പോൾ അത് ഇങ്ങോട്ട് നോക്കിയേ, കോട്ട് ഇൻവേഴ്സ് അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് ഇവിടെ വരാൻ നേരത്ത് എനിക്കിവിടെ ടാൻ എ പ്ലസ് ബി എന്ന് എഴുതാമല്ലോ. അപ്പം ഇപ്പം ടാൻ എ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയനി ആക്കുമ്പോൾ അതിനെ എങ്ങനെ എഴുതാം? π/3 180/3 എന്നും പറഞ്ഞുകൊണ്ട് എഴുതാമല്ലോ. പ്ലസ് എക്സ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതാമല്ലോ. ഇത്രയും മനസ്സിലായോ നന്നായിട്ട്? ഇനി ഇതേ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കോട്ട് ഇൻവേഴ്സ് കിടക്കുന്നു. ഇനി നമുക്ക് കോട്ട് ഇൻവേഴ്സിനെ നമുക്ക് ടാൻ ഇൻവേഴ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ അത് എക്സ് മാത്രമാവും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം ഓർത്തോണം, ഇവിടെ എന്തും കൂടി കിടപ്പുണ്ട്, ഒരു സ്ക്വയറും കൂടി കിടപ്പുണ്ട്. അതും കൂടി എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, P ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് അറിയാവുന്നൊരു ഫോർമുലയുണ്ട്. കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് π/2 എന്നാണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണത്, അല്ലെങ്കിൽ അത് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കോട്ട് ഇൻവേഴ്സ് എക്സിന് ഒരു ഫോർമുല ഉണ്ടാക്കി നേരെ ഇങ്ങോട്ട് പോയാൽ പോരെ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വന്നു? π/2 മൈനസ് എന്തെന്നും പറഞ്ഞുകൊണ്ട് വന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഇതിപ്പോൾ കിടക്കുന്ന കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം? π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് ഒരിക്കലും വിടരുത്. കോട്ട് ഇൻവേഴ്സ് എക്സ്, ഇതാണ് എക്സ്. അപ്പോൾ ഇത് വേണ്ട ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ അവിടെ എന്ത് എഴുതി കൊടുക്കണം? ടാൻ π/3 പ്ലസ് എക്സ് എന്നും പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ എഴുതി കൊടുക്കാൻ. പിടി കിട്ടിയല്ലോ നന്നായിട്ട്. ടാൻ π/3 മൈനസ് എക്സ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി. അതിൻ്റെ എന്തെന്നും പറഞ്ഞുകൊണ്ട് ഇടണം? ഹോൾ സ്ക്വയർ എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടു. മനസ്സിലായോ നന്നായിട്ട്? അപ്പോൾ അതെ ഇനി അടുത്തത് π/2 അങ്ങനെ തന്നെ എഴുതി, മൈനസ് ഇടണം. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ അതെന്തുവാ? എക്സ് അല്ലേ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ π/3 പ്ലസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ വന്നു? π/3 പ്ലസ് എക്സ് എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? π/3 പ്ലസ് എക്സ് എന്നും പറഞ്ഞുകൊണ്ട് വന്നു. മനസ്സിലായോ നന്നായിട്ട്? എന്നിട്ട് ഇതേ അടുത്ത സ്റ്റെപ്പിൽ നോക്കിയേ, π/2 ഞാൻ അങ്ങനെ തന്നെ എഴുതി, മൈനസ് ഇൻറ്റു എന്നിട്ട് ഇതിൻ്റെ ഒരു സ്ക്വയറും കൂടി ഉണ്ട്. ആ സ്ക്വയർ ഇടാൻ മറന്നു പോവല്ലേ. അപ്പോൾ അതേ നോക്കിയേ, π/2 അങ്ങനെ തന്നെ എഴുതി, മൈനസ് π/3 എന്നും പറഞ്ഞുകൊണ്ട് വന്നു. മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുമ്പോൾ അതെന്ത് വന്നു? മൈനസ് എക്സ് വന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ഹോൾ സ്ക്വയർ എന്നും പറഞ്ഞുകൊണ്ട് അതിട്ടു. ഇനി ഇതേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈസ് ഈക്വൽ ടു ഇട്ടു. 3 ഇൻറ്റു പൈ എന്ത് വന്നു? 3π ആയല്ലോ. മൈനസ് 2 ഇൻറ്റു പൈ എന്ത് വന്നു? 2π ആയല്ലോ. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 എന്തുവാ? 6 ആയി. മൈനസ് എന്തുണ്ട്? എക്സ് ഉണ്ട്. ദ ഹോൾ സ്ക്വയർ എന്നും പറഞ്ഞുകൊണ്ട് വന്നില്ലേ? ഇവിടെ കിട്ടിയോ? അപ്പോൾ ദേ ഇനി ഇങ്ങോട്ട് വന്നേ നോക്കിക്കേ, 3πയിൽ നിന്ന് 2π പോയാൽ ഒരു പൈ അല്ലേ. അപ്പോൾ ഇത് π/6 ആയി. മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നും പറഞ്ഞുകൊണ്ടായി. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി? 2y. ഇപ്പം നമുക്ക് 2y ഞാൻ ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവന്നു കണ്ടോ. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി, അത് ഇതിലൊരു ആൻസറുമായിട്ട് ഈക്വൽ ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു y' എന്ന് വന്നില്ലേ, വൈയുടെ ഡെറിവേറ്റീവ് y' എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയേ. ഇത് നോക്കിയേ, എക്സ് സ്ക്വയർ എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുക എന്ന് വിചാരിക്കുക. എന്തുവാ? എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്തോ? എൻ എക്സ് റൈസ് ടു n-1. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തോ? 2 ഇൻറ്റു എക്സ് എന്നല്ലേ. അപ്പോൾ അതേ 2 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന അതേപോലെ എഴുതി, π/6
മൈനസ് എക്സ് എന്ന് എഴുതി ഇൻറ്റു ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇത് 0 ആയിപ്പോയി π/6 എന്നുള്ളത് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് മാറി 1 ആയിട്ട് മാറി. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് -2 ഇൻറ്റു π/6 മൈനസ് എക്സ് എന്നും പറഞ്ഞുകൊണ്ട് വന്നില്ലേ. ഇവിടെ എന്തുണ്ട് 2y' എന്നില്ലേ, 2ഉം 2ഉം കൂടി ക്യാൻസൽ ആയിപ്പോട്ടെ. അപ്പം y' എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കിട്ടി, മൈനസിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. -π/6 എന്ന് വന്നു. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് വന്നു, +x വന്നു. നമുക്ക് എഴുതാനുള്ള എളുപ്പത്തിന് y' പ്ലസ് ഉള്ളത് ആദ്യമേ എഴുതാം. +x ആദ്യമേ എഴുതി, -π/6 എടുത്ത് രണ്ടാമതും എഴുതി കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. പിടി കിട്ടിയോ? അപ്പം നോക്കാം നമുക്ക് ഓപ്ഷനിലുണ്ടോന്ന്. x-π/6 കണ്ടോ, ഏതാ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? നന്നായിട്ട് എഴുതിയെടുത്തു. അപ്പോൾ 2019 ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ചോദിച്ച മൂന്നാമത്തെ ചോദ്യം നോക്കാവേ. അത് നോക്കിയേ, ഇഫ് x ഈസ് ഈക്വൽ ടു 3 tan t എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ y ഈസ് ഈക്വൽ ടു 3 sec t എന്നും തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് d²y/dx² അറ്റ് t ഈസ് ഈക്വൽ ടു π/4 ഈസ് എന്നാണ് ചോദ്യം. അപ്പം d²y സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കേട്ടോ കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന എന്ത് ഫോമാണ്, പാരാമെട്രിക് ഫോമാണ്, ഈസിയാണ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് വേറെ ഒരു രീതി, നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഇതങ്ങനെ സ്പീഡ് ചെയ്തു പോകാമെന്ന് വേണം നോക്കാനേ. അതുകൊണ്ട് ആദ്യമേ എക്സിനെ മാത്രം എടുത്ത് പിന്നെ അതിനെ dx/dt എടുത്ത് പിന്നെ വൈയെ മാത്രം എടുത്തിട്ട് പിന്നെ dy/dt എടുത്ത് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഒറ്റയടിക്ക് തന്നെ ഫോർമുല എഴുതി അങ്ങ് പോയേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുമെന്നേ. അപ്പോൾ ഇത് നോക്കിയാൽ ആദ്യം നമുക്ക് dy/dx കാണാവേ, അതിനുശേഷം d²y/dx² കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം y എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് കിടക്കുന്ന t എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പം y വിത്ത് റെസ്പെക്ട് ടു t വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പം dy/dt വരും, ഡിവൈഡ് ബൈ താഴെ വരുമ്പോഴോ dx/ എന്തെന്ന് എഴുതണം dt, കാരണം എക്സിനകത്ത് കിടക്കുന്ന t എന്ന് പറയുന്ന വേരിയബിൾ തന്നെയാണ്. ഇനി അപ്പം എന്താ നോക്കിയേ, dy/dt ഒന്ന് നോക്കിയാൽ എന്തുവാ വരുന്നതെന്ന്, 3 ഇൻറ്റു എന്തുവാ sec tയുടെ ഡെറിവേറ്റീവ്, എന്തുവാ sec xൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ sec x tan x അല്ലേ. അപ്പം sec tയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, എന്ത് വരുമെന്നൊന്ന് പറഞ്ഞേ, sec t tan t എന്ന് വരത്തില്ലേ, ഡിവൈഡ് ബൈ ഇനി അടുത്തത് dx/dt കാണാം. നോക്കിയാൽ എക്സിനകത്ത് കിടക്കുന്ന t എന്ന് പറയുന്ന വേരിയബിൾ. അപ്പം dx/dt കാണുമ്പോഴത്തേക്ക് 3 ഇൻറ്റു എന്തുവാ tan xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ sec²x അല്ലേ. അപ്പോൾ tan tയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t എന്തുവാ sec²t. അപ്പോൾ ഇവിടെ എന്ത് വന്നു, sec² t എന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഒരു 3 വെട്ടിപ്പോയി, ഒരു sec t വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വന്നു, tan t ഡിവൈഡഡ് ബൈ sec t എന്നും പറഞ്ഞുകൊണ്ട് വന്നില്ലേ. എന്തു ഈ tan t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, sin t ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, cos t ഡിവൈഡഡ് ബൈ sec t എങ്ങനെ എഴുതാം, 1/cos t എന്നും പറഞ്ഞുകൊണ്ട് എഴുതാമല്ലോ. അപ്പം ഇതിങ്ങനെ വന്നില്ലേ, sin t ഡിവൈഡഡ് ബൈ cos t ഇൻറ്റു 1/cos tയുടെ റെസിപ്രോക്കൽ എന്തുവാ, cos t/1 കണ്ടോ. അങ്ങനെ തിരിച്ചിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, cos tയും വെട്ടിപ്പോയി. എനിക്ക് ആൻസർ എന്തിലേക്ക് വന്നു, sin t എന്നും പറഞ്ഞുകൊണ്ട് വന്നല്ലോ ആൻസർ. അപ്പം എനിക്കിപ്പോൾ എന്ത് കിട്ടി, dy/dx എന്നും പറഞ്ഞുകൊണ്ടുള്ള ആൻസർ കിട്ടി. ഇവിടെ കിട്ടി നന്നായിട്ട്. അപ്പോൾ അതെ ഇനി നോക്കിക്കേ, നമുക്ക് അടുത്ത കാണേണ്ടത് d²y/dx² അല്ലേ കാണണ്ടേ. അപ്പോൾ എന്തു ഇതിന് ഒരു വട്ടം കൊണ്ട് ഡെറിവേറ്റീവ് കണ്ടാൽ പോരെ. അപ്പോൾ അതേ നോക്കിക്കേ, d/dx ഓഫ് എന്ത് ചെയ്താൽ മതി, dy/dx അതെന്തുവാ sin t. sin t ഒരു വട്ടം കൂടി ഞാൻ ഡെറിവേറ്റീവ് കാണുന്നു. എന്തോ sin tയുടെ ഡെറിവേറ്റീവ് cos t അല്ലേ. കണ്ടോ, എന്തുവാ tയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x dt/dx എന്നും പറഞ്ഞുകൊണ്ട് വരും. എന്തു ഈ cos t, അതാണ് ഇനി അടുത്ത നോക്കുന്നത്. cos t അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കട്ടെ, cos t ഇൻറ്റു എന്തുവാ dt/dx എന്ന് പറയുന്നത്, അത് നമുക്ക് നോക്കാം. dt/dx dx/dt കിടപ്പുണ്ട്, 3 sec² എന്ന് കണ്ടോ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന നേരെ തിരിഞ്ഞല്ലേ, dt/dx എന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്ത് എടുത്താൽ മതി, റെസിപ്രോക്കൽ എടുത്താൽ പോരെ. അപ്പോൾ ഇവിടെ എന്ത് വരും, 1/3 sec²t. മനസ്സിലായോ നന്നായിട്ട്. dx/dt ആയിരുന്നപ്പോൾ 3 sec² അല്ലായിരുന്നോ. അപ്പോൾ ഇത് dt/dx തിരിഞ്ഞ് വന്ന്, അപ്പോൾ എന്താ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഇതിൻ്റെ 3 sec²യുടെ റെസിപ്രോക്കൽ 1/3 sec²t. മനസ്സിലായല്ലോ നന്നായിട്ട്. ഇനി ഞാൻ അടുത്ത് എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, sec² മേളിലേക്ക് കൊണ്ടുപോകും. 1/c² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുവാ cos² എന്ന് എഴുതാമല്ലോ നമുക്ക്. അപ്പോൾ cos t ഇൻറ്റു cos² ഡിവൈഡഡ് ബൈ 3 എന്നും പറഞ്ഞുകൊണ്ട് എഴുതാമല്ലോ. അതിനെ ഇങ്ങനെ ആക്കാമല്ലോ, 1/3 ഇൻറ്റു
കോസ് ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ എഴുതാമല്ലോ, കോസ് ക്യൂബ് ടി എന്നും പറഞ്ഞുകൊണ്ട് എഴുതാമല്ലോ. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, 1/3 ഇൻറ്റു ഈ കോസ് ക്യൂബ് ടിയെ ഇങ്ങനെ എഴുതാമല്ലോ, കോസ് ടി ദ ഹോൾ ക്യൂബ് എന്നും എഴുതാമല്ലോ. അപ്പോൾ അതേ എങ്ങനെ വന്നെന്ന് നോക്കിക്കേ, കോസ് ടി ദ ഹോൾ ക്യൂബ് വരെ വന്നു. അപ്പോൾ അതേ 1/3 ഇൻറ്റു എന്തോ ഈ കോസ് ടി, അവിടെ ടിയുടെ അവിടെ എന്തോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, ടി ഈസ് ഈക്വൽ ടു π/4 എന്ന് കണ്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോസ് π/4 എന്ന് പറയാമല്ലോ നമുക്ക്, ഇതാ ഹോൾ ക്യൂബ് എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ 1/3 ഇൻറ്റു എന്തോ ഈ കോസ് π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 അല്ലേ, അതിൻ്റെ എന്തെന്നും പറഞ്ഞുകൊണ്ട് എഴുതാം, ക്യൂബ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതാം. അപ്പോൾ അതെന്ത് വരുമെന്ന് നോക്കിക്കേ, ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1/√2ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്തോ 1/√2 ഇൻറ്റു √2 എന്നല്ലേ. അപ്പം നോക്കിക്കേ 1/3 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് മാറി, 2 ആയിട്ട് മാറിയില്ലേ. അപ്പോൾ 2√2 എന്നായില്ലേ. അപ്പോൾ 1 ഇൻറ്റു 1 എന്തായി, 1/3 ഇൻറ്റു 2 എന്തായി, 6√2 എന്നും പറഞ്ഞുണ്ടായി. ഇത്രയുള്ള ആൻസർ ഇവിടെ കിട്ടിയോ നോക്കിക്കേ. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, d²y/dx² എന്നും പറഞ്ഞുകൊണ്ടുള്ള ആൻസർ കിട്ടി. അപ്പോൾ അതെ ഇത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇത് 1/6√2 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പിടി കിട്ടിയോ? അപ്പം ഇത്രയും ചോദ്യങ്ങളായിരുന്നു 2019 JEE മെയിൻ എക്സാമിന് ചോദിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്നുകൊണ്ട് ഇനിയും ഇതേപോലത്തെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തതായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും വീഡിയോ. ഓക്കെ, ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒപ്പം കാണുന്ന ബെൽ ബട്ടനും കൂടി ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ എപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അന്നേരം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്